നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് യങ് ഓൺടർപ്രണേഴ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഓർക്കുക, ഒരു ബിടെക് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയും അതേപോലെ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടെ ആരംഭിച്ച ഒരു സംരംഭം ഇന്ന് GST വരെ പേ ചെയ്യുന്ന ഒരു ബിസിനസ് സംരംഭമായി 10 മാസങ്ങൾ കൊണ്ട് വളർന്ന ഒരു കഥയാണ്. ആ ഓൺടർപ്രണേഴ്സിനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലുള്ള അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഇവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു IEDC ഓൺടർപ്രണർഷിപ്പ് സബ്മിറ്റ് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ച് പരിചയപ്പെട്ട രണ്ട് യങ് ഓൺടർപ്രണേഴ്സിനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. ഓർക്കുക, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ കോളേജ് പഠന സമയത്തൊക്കെ നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നതൊക്കെ നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ അതിലൂടെ ഒരു വരുമാനം, ആ ഫ്രീ ടൈമിലൂടെ ഒരു വരുമാനം കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ള കുറേ അധികം അവസരങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അങ്ങനെ ഫ്രീ ടൈമിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ഓൺടർപ്രണേഴ്സിനെയും പലപ്പോഴും ഈ ചാനലിൽ പരിചയപ്പെടുത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു 10th സ്റ്റുഡൻറ്റും അതേപോലെ തന്നെ ഒരു ബിടെക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിനെ അവരെ നമുക്ക് പരിചയപ്പെടുത്താം. നമ്മളോടൊപ്പം ബിടെക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൽ നിന്ന് അവരുടെ ഓൺടർപ്രണർഷിപ്പ് ജേർണി മനസ്സിലാക്കാം. അപ്പം വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഓൺടർപ്രണറെ പരിചയപ്പെടാം. ജഗന്നാഥ് അല്ലേ? ജഗന്നാഥിന്റെ ഫുൾ നെയിം എങ്ങനെ? ജഗന്നാഥ് ജോഷ്. ഒന്ന് പരിചയപ്പെടുത്താവോ? ഞാൻ ഇപ്പൊ ബിടെക് ചെയ്യുന്നു മെക്കാനിക്കലില്. മുത്തൂറ്റ് കോളേജിലാണ് ചെയ്യുന്നത്. മുത്തൂറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് ഏത് ഇയർ ആയി? ഇപ്പൊ ഫസ്റ്റ് ഇയർ. ഓക്കെ. മെക്കാനിക്കൽ. വീടൊക്കെ? എന്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ ബിടെക് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ് അല്ലേ? എന്ത് ബിസിനസ് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡാണ് റൺ ചെയ്യണത്. ക്ലോത്തിങ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഈ ഓൺലൈനിലൊക്കെ ഒത്തിരി പെൺകുട്ടികളൊക്കെ ക്ലോത്ത്സ് ഒക്കെ വിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയാണോ? എന്താ സ്പെഷ്യാലിറ്റി? ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ആനിമേ ജേഴ്സീസ് ആണ്. അതായത് ഇപ്പൊ ആനിമേ ജേഴ്സി. ഓക്കെ. ജെൻസി പിള്ളേരെ അടുത്ത് ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കണ ആനിമേ, അതിന്റെ ജേഴ്സി. അതിപ്പോ സ്പോർട്സ് ആനിമേസ് ഉണ്ടാവും. ശരി. ആ ടൈപ്പ് ജേഴ്സികളാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ജേഴ്സികള് നിങ്ങളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം അല്ലെ? എങ്ങനെയാണ് ഇത് വിൽക്കുന്നത്? ഓൺലൈൻ സ്റ്റോർ എങ്ങനെയാ? അത് സോഷ്യൽ മീഡിയയിൽ കൂടിയാണോ? നമ്മള് മാർക്കറ്റ് ചെയ്യണത് ഇൻസ്റ്റാഗ്രാം വഴിയും, സെൽ ചെയ്യണത് വെബ്സൈറ്റ്, നമ്മള് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ട്, അതിലൂടെ എടുക്കാം. മാർക്കറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴി, പ്രത്യേകിച്ച് ഇൻസ്റ്റയാണ്. ഇൻസ്റ്റ അക്കൗണ്ടിലൊക്കെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 8K അടുത്ത്. ഓക്കെ. അപ്പൊ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടാണ് അത് നിങ്ങൾ ഓർഗാനിക്കലി ആണോ അതോ അല്ലാതെ പെയ്ഡ് ആയിട്ടൊക്കെ ഉള്ള പ്രൊമോഷൻസ്? നമ്മള് ഓർഗാനിക്കലും ചെയ്യുന്നുണ്ട്, പെയ്ഡ് ആയിട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ എത്ര നാളായി ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട്? ഓൾമോസ്റ്റ് ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് 1.5 കൊല്ലത്തിന്റെ അടുത്തായി. അപ്പൊ ഇപ്പം ബിടെക് ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ തുടങ്ങിയതാണ്. അത് ഈ ബിസിനസ് ആയിരുന്നോ അതോ മറ്റെന്തെങ്കിലും ബിസിനസ് ആയിരുന്നോ ആദ്യം? മുമ്പ് ഉണ്ടായിരുന്നത് അതും ഈ അനിമയുടെ ക്ലോത്തിങ് ആയിട്ട് ബന്ധപ്പെട്ട് ഓവർ സൈസ്ഡ് ടീഷർട്ടുകൾ, ഗാർമെന്റ് ഫീൽഡിൽ തന്നെയായിരുന്നു ആദ്യം. ഓക്കെ. എന്നിട്ട് ഇതിലേക്ക് ഷിഫ്റ്റ് ആയത് എപ്പോഴായിരുന്നു? അത് നമ്മള് ഫസ്റ്റ്ലി ഈ ഓവർ സൈസ്ഡ് ടീഷർട്ട്സ് ഒക്കെ സെല് ചെയ്ത് വന്നപ്പോഴാണ് കുറെ പേര് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ജേഴ്സീസ് ഉണ്ടോ. അപ്പോഴാണ് ഈ ഡിസൈനിന് മാർക്കറ്റ് ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പോഴാണ് നമ്മള് ഈ അനിമേ ജേഴ്സി എന്നുള്ള ഒരു ആശയത്തേക്ക് വരും. ഓക്കെ. റൈറ്റ്. ഓക്കെ. അപ്പൊ ഇതിപ്പോ എത്ര നാളെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്? അനിമേ ജേഴ്സീസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, സോൾവെക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 10 months ആയിട്ടുള്ളൂ. അപ്പൊ കമ്പനിയുടെ പേര് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞേ? കമ്പനിയുടെ പേര് സോൾവെക്സ് ഇന്ത്യ എന്നാണ് ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തേക്കുന്നത്. വെബ്സൈറ്റ് solvexindia.online. ഇൻസ്റ്റാ അക്കൗണ്ട് solvex.in. നമ്മള് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം ഇതിന്റെ. അപ്പൊ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് പോയി പരിശോധിക്കുക. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഗാർമെന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, ആനിമേ ഗാർമെന്റ്സ് അല്ലെ, അത് ജേഴ്സി, ആനിമേ ജേഴ്സി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വിദേശത്തൊക്കെ ഉള്ളതല്ലേ? എന്താ നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് ഈ സൈറ്റിൽ കിട്ടുന്നത്? ഈ അനിമേ സ്പെസിഫിക്കലി ബ്ലൂ ലോക്ക് എന്ന് പറഞ്ഞ അനിമയുടെ ജേഴ്സീസ് ആണ് നമ്മൾ സെല് ചെയ്യണത്. ഇത് നമ്മൾ ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് അത് എത്താൻ ഓൾമോസ്റ്റ് ഒരു 7,000, 5,000, ഒരു 8,000 ആ ഒരു പ്രൈസ് ലഭിക്കുന്നത്. നമ്മളത് ഇന്ത്യക്കാർക്ക് അഫോർഡബിൾ ആയിട്ട് ഒരു 700, 800. അതായത് 8,000 റുപ്പീസിന്റെ ഇത്
സാധനം നിങ്ങൾ വഴി ഇന്ത്യയിൽ ഏതാണ്ട് 700 റുപ്പീസിന് കിട്ടും. അതാണ് നിങ്ങളുടെ ഒരു USP ആയിട്ട് പറയുന്നത് അല്ലേ? ഓക്കെ ഓക്കെ, അത് കൊള്ളാം. അപ്പൊ ഈ ആനിമയുടെ ഇതിന്റെ ഈ ഡിസൈൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എനിക്ക് ഒരു കോ-ഫൗണ്ടർ ഉണ്ട്, സോളക്സിന് ഒരു കോ-ഫൗണ്ടർ ഉണ്ട്. കൂടെ പഠിക്കുന്ന ആളാണോ അതോ? അല്ല, എബിൻ ജോയ്. അവ ഇപ്പൊ കറന്റ് 10th ചെയ്തോണ്ടിരിക്കും. അത് ശരി, 10ാം ക്ലാസ്സുകാരനാണ്. 15 വയസ്സുകാരനാണ്. തനിക്ക് എത്ര വയസ്സായി? 18. എനിക്ക് 18 വയസ്സുകാരനും 15 വയസ്സുകാരനോടെ ഉള്ള കാര്യം. ശരി, ഓക്കെ. എന്നിട്ട് അപ്പൊ അവനാണ് ഇതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും, ഞാൻ ഇതിന്റെ പ്രൊഡക്റ്റ് മാനേജ്മെന്റും സെയിൽസും അങ്ങനെ സെക്ടറും. ഓക്കെ ഓക്കെ. അപ്പം പുള്ളി 10ാം ക്ലാസ്സുകാരൻ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ചെയ്യും, താന് ബാക്കിയുള്ള ബാക്ക് എൻഡ് കാര്യങ്ങൾ എല്ലാം ചെയ്യും അല്ലെ? അപ്പൊ 10ാം ക്ലാസ്സുകാരനൊക്കെ ഇതിന് സമയമുണ്ടോ? പരീക്ഷയൊക്കെ നടക്കുന്ന സമയമല്ലേ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ അത്യാവശ്യം ഇപ്പൊ ഡിസൈനിങ് ഞാൻ ഇപ്പൊ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവൻ കയറും. അപ്പൊ തനിക്ക് എപ്പോഴാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നത്? ഇപ്പം ബിടെക് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്, കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ക്ലാസ്സും ഒക്കെ ഉള്ളതല്ലേ, എങ്ങനെയായിരിക്കും ഇതിനൊക്കെ ടൈം കണ്ടെത്തുക? ഇപ്പോ ഞങ്ങളുടെ ബിടെക് ബാച്ച് മുത്തൂറ്റില് ഓട്ടോണമസ് ആക്കിയ കാരണം ഓൾമോസ്റ്റ് 140 വരെ നമുക്ക് ക്ലാസ് ടൈം ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യാം. ഓക്കെ. ഇപ്പോ അത് കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമാണ് ഞങ്ങള് ഇതിന്റെ മാർക്കറ്റിങ്ങും എന്റെ ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഇപ്പൊ മാർക്കറ്റിംഗ് എനിക്ക് വീഡിയോ എടുക്കാനും അതിനെല്ലാം ഹെൽപ്പ് ചെയ്യണം. 10 മാസം കൊണ്ട് അത്യാവശ്യം വരുമാനമൊക്കെ ആയോ? എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? ലാസ്റ്റ് ഒരു 10 മന്ത് കൊണ്ട് ഓൾമോസ്റ്റ് 22 lakhs ടേൺ ഓവർ. 22 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്തു 10 മാസം കൊണ്ട്. അത് കൊള്ളാം. അപ്പൊ ഈ ഇതൊക്കെ പറയുമ്പോൾ 20 lakhന്റെ ഒക്കെ മേളില് GST ഒക്കെ പേ ചെയ്യേണ്ട വരും, അക്കൗണ്ടിങ് ഒക്കെ വളരെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? അതൊക്കെ നമ്മുടെ ബാക്ക് എൻഡിൽ ക്ലിയർ ആണ്. കാര്യങ്ങളെല്ലാം GST മന്ത്ലി GST ഫയൽ ചെയ്യുന്നുണ്ട്, അതിന്റെ പേയ്മെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പൊ അത് കൊള്ളാം. അപ്പം ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ബിടെക് തീർന്ന് MTech എയറോസ്പേസിൽ എടുത്തിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു എയറോസ്പേസ് കമ്പനി എന്നാണ്. എയറോസ്പേസ് കമ്പനിയാണ് മനസ്സിൽ. അപ്പൊ ഈ ഫീൽഡൊക്കെ വിടുവോ? എങ്ങനെയാണ് അത്? ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് എനിക്കൊരു സൈഡ് ഇൻകം പോലെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു പ്ലാനിലാണ്. ഓക്കെ. അപ്പൊ ഭാവിയില് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് ഈ ഗാർമെന്റ് ബിസിനസ് അങ്ങോട്ടേക്ക് മാറ്റുക, നമ്മളൊരു എയറോസ്പേസ് കമ്പനി തുടങ്ങുക എന്നതാണ്. ഏതായാലും എല്ലാവിധ ഭാവുകങ്ങളും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ ഈ ബിസിനസ് ഏറ്റവും ഭംഗിയായിട്ട് പോട്ടെ. നിങ്ങൾ ഈ കേട്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇദ്ദേഹത്തിന്റെ ബിസിനസ് എന്താണെന്നൊക്കെ മനസ്സിലാകണം, അല്ലെങ്കിൽ ഈ ആനിമെ ജേഴ്സി ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ഇദ്ദേഹത്തെ ജഗന്നാഥ് ജോഷി അല്ലെ, ജഗന്നാഥ് ജോഷിയെ കോൺടാക്ട് ചെയ്യണേ. അദ്ദേഹത്തിന്റെയും കോൺടാക്ട് ഒക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ഏതായാലും നമ്മൾ മനസ്സിലാക്കിയത് ഒരു ബിടെക് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിന്റെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ജേർണിയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് ഓണ്ടർപ്രണർഷിപ്പിനെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് IEDCയുടെ ഒരു സബ്മിറ്റ്, അത് കാഞ്ഞിരപ്പള്ളി, കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി നടക്കുന്ന ഒരു കോൺഫറൻസിലാണ്. അവിടെ വെച്ചാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത്. ഈ ഒരു ബിസിനസ് ഒരു നല്ലൊരു ഐഡിയ ആണ് എന്ന് തോന്നിയത് കൊണ്ട് നമ്മുടെ വ്യൂവേഴ്സിനും കൂടെ ഉപകാരപ്രദമാകട്ടെ എന്നോർത്ത് പരിചയപ്പെടുത്തേ ഉള്ളൂ. അദ്ദേഹത്തെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത ജഗന്നാഥ് ജോഷിയോട് താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഏറ്റവും മുകളിലേക്ക് പോകാൻ കഴിയട്ടെ. താങ്ക് യു.